റേസിംഗ് ട്രാക്കുകളിലൂടെ അതിവേഗം പായുന്ന ഫോർമുല 1 കാറുകളോ അല്ലെങ്കിൽ കോടികൾ വിലയുള്ള ലക്ഷറി സ്പോർട്സ് കാറുകളോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയിലെല്ലാം വട്ടത്തിലുള്ള സാധാരണ സ്റ്റിയറിംഗിന് പകരം വിമാനത്തിൻ്റെ കോക്പിറ്റിലുള്ളതുപോലെയുള്ള ചതുരാകൃതിയിലുള്ള കിടിലൻ യോക്ക് ഹാൻഡിലുകൾ ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ പക്ക ഫ്യൂച്ചറിസ്റ്റിക് ലുക്കാണിതിന്. എന്നാൽ നമ്മൾ ഓടിക്കുന്ന സാധാരണ കാറുകളിലോ ബസ്സുകളിലോ പിക്കപ്പുകളിലോ എന്തുകൊണ്ടാണ് ഈ സ്പോർട്സ് കാർ ഹാൻഡിലുകൾ കൊടുക്കാത്തത്? വട്ടത്തിലുള്ള സ്റ്റിയറിംഗിന് പകരം ഈ സ്പോർട്സ് ഹാൻഡിലുകൾ കൊടുത്താൽ വണ്ടി ഓടിക്കാൻ കൂടുതൽ എളുപ്പവും കാണാൻ കൂടുതൽ ലുക്കുമാകില്ലേ? ഇതിനു പിന്നിൽ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ചില സേഫ്റ്റി പ്രശ്നങ്ങളും ഫിസിക്സും ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇതാ ഡീകോഡ് വേൾഡ് കൃത്യമായി ഡീകോഡ് ചെയ്യുന്നു. സ്പോർട്സ് കാർ ഹാൻഡിലുകൾ സാധാരണ വണ്ടികളിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം സ്റ്റിയറിംഗ് റേഷ്യോ ആണ്. റേസിംഗ് കാറുകളിലെ സ്റ്റിയറിംഗ് റേഷ്യോ വളരെ കുറവാണ്. ഏതാണ്ട് 1:1 അല്ലെങ്കിൽ 10:1. അതായത് ഡ്രൈവർക്ക് തൻ്റെ കൈകൾ ആ ഹാൻഡിലിൽ നിന്ന് മാറ്റാതെ തന്നെ വെറും 90 മുതൽ 180 ഡിഗ്രി വരെ ചെറുതായി ഒന്ന് തിരിക്കുമ്പോഴേക്കും വണ്ടിയുടെ മുൻചക്രങ്ങൾ പൂർണ്ണമായി തിരിയും. റേസിംഗ് ട്രാക്കുകളിൽ കൈ മാറ്റാതെ അതിവേഗം വണ്ടി തിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ സാധാരണ കാറുകളിലേക്ക് വരുമ്പോൾ ഈ റേഷ്യോ വളരെ കൂടുതലാണ്. ഏതാണ്ട് 15:1 മുതൽ 20:1 വരെ. അതായത് സാധാരണ കാറിലെ ചക്രങ്ങൾ പൂർണ്ണമായി തിരിയണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് വട്ടത്തിൽ 2-3 തവണ മുഴുവനായി കറക്കേണ്ടതുണ്ട്. ഇനി ചിന്തിച്ചു നോക്കൂ, ഈ 3 തവണ മുഴുവനായി കറക്കേണ്ട സാധാരണ വണ്ടിയിൽ നമ്മൾ സ്പോർട്സ് കാറിലെ പോലെയുള്ള ചതുര ഹാൻഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? വണ്ടി തിരിക്കുമ്പോൾ ഹാൻഡിൽ തലകീഴായി മറിയും. വട്ടത്തിലുള്ള സ്റ്റിയറിംഗ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പിടിക്കാം. എന്നാൽ ചതുര ഹാൻഡിലാണെങ്കിൽ വട്ടം കറക്കുമ്പോൾ കൈ പിടിക്കാൻ മുകളിലും താഴെയും കമ്പികൾ ഉണ്ടാവില്ല. ഇത് വണ്ടി വളയ്ക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ സാധാരണ ഡ്രൈവിംഗ് സാഹചര്യങ്ങളാണ്. സ്പോർട്സ് കാറുകൾ ഓടിക്കുന്നത് വീതിയുള്ള റേസിംഗ് ട്രാക്കുകളിലാണ്. അവിടെ ഒരിക്കലും അവർക്ക് വണ്ടി യു ടേൺ എടുക്കേണ്ടി വരാറില്ല, അല്ലെങ്കിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാരലൽ പാർക്കിംഗ് ചെയ്യേണ്ടി വരാറില്ല. എന്നാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ദിവസവും നിരവധി തവണ യു ടേണുകൾ എടുക്കുകയും വണ്ടി പാർക്ക് ചെയ്യുകയും വേണം. യു ടേൺ എടുത്തു കഴിഞ്ഞാൽ സാധാരണ കാറുകളിൽ നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈ പതുക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ സ്റ്റിയറിംഗ് തനിയെ കറങ്ങി പഴയ പൊസിഷനിലേക്ക് വരും. വട്ടത്തിലുള്ള സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അത് കൈക്കുള്ളിൽ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാം. എന്നാൽ സ്പോർട്സ് കാർ ഹാൻഡിലാണെങ്കിൽ അത് സ്വയം കറങ്ങുമ്പോൾ അതിൻ്റെ വശങ്ങളിലെ കൂർത്ത ഭാഗങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് തട്ടുകയോ കൈ തെറ്റിപ്പോവുകയോ ചെയ്യും. ഇടുങ്ങിയ വളവുകളിൽ കൈകൾ മാറി മാറി പിടിക്കുന്ന ഹാൻഡ് ഓവർ ഹാൻഡ് ടെക്നിക് സ്പോർട്സ് ഹാൻഡിലിൽ ചെയ്യുക അസാധ്യമാണ്. മൂന്നാമത്തെ കാരണം ഡ്രൈവിംഗ് സുഖസൗകര്യവും സുരക്ഷിതത്വവുമാണ്. ദീർഘദൂരം വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ എപ്പോഴും ഒരേ പൊസിഷനിൽ കൈകൾ വെക്കാറില്ല. ചിലപ്പോൾ സ്റ്റിയറിംഗിൻ്റെ മുകളിൽ കൈവയ്ക്കും, ചിലപ്പോൾ താഴെ മാത്രം പിടിക്കും. എന്നാൽ സ്പോർട്സ് കാർ ഹാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് 9 മണിയുടെയും 3 മണിയുടെയും 9 and 3 o'clock പൊസിഷനിൽ മാത്രമേ കൈകൾ വെക്കാൻ സാധിക്കൂ. ഇത് ദീർഘദൂര യാത്രകളിൽ കൈകൾക്ക് വലിയ മടുപ്പും വേദനയും ഉണ്ടാക്കും. കൂടാതെ വണ്ടി വലിയൊരു കുഴിയിലോ ബമ്പിലോ ചാടുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ആഘാതത്തിൽ വണ്ടി നിയന്ത്രണം വിടാതിരിക്കാൻ വട്ടത്തിലുള്ള വലിയ സ്റ്റിയറിംഗ് നൽകുന്ന സപ്പോർട്ട് വളരെ കൂടുതലാണ്. സ്പോർട്സ് ഹാൻഡിൽ ആണെങ്കിൽ വണ്ടി വഴുതിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കം പറഞ്ഞാൽ റേസിംഗ് ട്രാക്കിലെ ഹൈ സ്പീഡ് വളവുകൾക്ക് സ്പോർട്സ് കാർ ഹാൻഡിൽ സൂപ്പറാണ്. പക്ഷേ നമ്മുടെ സാധാരണ റോഡുകളിലെ വളവുകൾക്കും ട്രാഫിക്കിനും എക്കാലത്തെയും മികച്ച ഡിസൈൻ ആ പഴയ വട്ടത്തിലുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അടുത്ത തവണ റോഡിൽ വണ്ടി തിരിക്കുമ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈനിനെ ഓർക്കുമല്ലോ. സ്പോർട്സ് കാറിലെ ഈ വിചിത്ര ഹാൻഡിലുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൗതുകകരമായ ഓട്ടോമൊബൈൽ ഫിസിക്സ് രഹസ്യങ്ങൾ ലളിതമായി അറിയാൻ ഡീകോഡ് വേൾഡ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.